ശ്രീ പിണറായി വിജയനെ ശക്തമായി വിയോജിപ്പുള്ള വ്യക്തിയാണ് പുള്ളി. കാരണം 5 തവണ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന സാധനമല്ല. നാളെ ശശി തരൂർ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, വേറൊരാൾ മുഖ്യമന്ത്രിയാവും, ഭാവിയിൽ BJP-ക്കാർ വരാം, അല്ലെങ്കിൽ കോൺഗ്രസോ CPM-ഓ മുസ്ലിം ലീഗോ ഏത് പാർട്ടിയോ വരാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റിന്റെ തലവൻ, അല്ലെങ്കിൽ ഗവർണറാണ് ടെക്നിക്കലി എങ്കിലും ഇൻഇഫക്റ്റ് തലവൻ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം. ആ തലവന്റെ ഇതാണ് ഇത്. അപ്പൊ അവിടെയാണ് നമ്മുടെ എല്ലാ ഗവൺമെന്റ്സും നന്നായി ചെയ്തു. ഒരു അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായിരിക്കും. അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, ഇതിൽ ഇങ്ങനെയൊക്കെ ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. കണക്കെന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാമിലെ മണൽ എടുക്കാവുന്ന പരിധിയിൽ എടുത്താൽ പാലക്കാട് നഗരത്തെ 20 അടി പൊക്കത്തിൽ കവർ ചെയ്യാനുള്ള മണലുണ്ടെന്നാണ് അദ്ദേഹം പഠിച്ച ആളാണ്, ആ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ രാമജന്മഭൂമി പ്രശ്നം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ NDA സർക്കാരിന് സുപ്രീം കോടതി വിധിയാണ്, എന്നാൽ പോലും അത് കൃത്യമായി സുപ്രീം കോടതി വിധിയാണെന്ന് പറയുമ്പോഴുമേ എല്ലാവർക്കും ഇതിലൊരു ക്രെഡിറ്റ് ഉണ്ട്. അതിന് BJP-ക്ക് ക്രെഡിറ്റ് ഉണ്ട്. ഇതിനെ ആദ്യം പൂർണ്ണമായും കോൺഗ്രസ് സ്വാഗതം ചെയ്തു, പിന്നാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മുന്നോട്ട് പോയത്, ഒരു സെന്റിമെന്റ്സ് വന്നിട്ട്. അപ്പം അതിന് പോസിറ്റീവ് ഉണ്ട്. ഇപ്പം അത് അവിടേക്ക് പിന്നെ പോയ എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും രീതി അവസാനിക്കണം. ഞാൻ അതിന്റെ പറഞ്ഞുകൊണ്ടൊരു പേര് കൂടെ പറയാം. ഞാൻ പ്രാണപ്രതിഷ്ഠ ദിവസത്തിൽ അവിടെ പോയിരുന്നു. ഇക്വേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെയാണ് തമിഴ്നാടിന് വെള്ളം വേണം. തമിഴ്നാടിന്റെ പേടി എന്തെങ്കിലും രീതി നമ്മൾ ഈ ഡാമിന്റെ സ്റ്റാറ്റസ് കോയെ ഡിസ്റ്റർബ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ അളവ് കുറയും. നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന് ഈ രീതിയിൽ പോയാൽ എന്തെങ്കിലും രീതിയിൽ അതിന്റെ കപ്പാസിറ്റി എക്സീഡ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവും. ആരെങ്കിലും പരസ്പരം കൂടിയിരുന്നൊരു കൺസെൻസസിലേക്ക് പോവുകയാണ് വേണ്ടത്. വയനാട്ടിൽ നടന്ന ഈ മഹാദുരന്തം അതിനുശേഷം ഇന്ന് തൃശ്ശൂരിൽ ആളുകളെ മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു, ഇടുക്കിയിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിയുന്ന കാഴ്ച കണ്ടു, ശിരൂരിൽ നമ്മൾ കണ്ട, കർണാടകയിൽ ശിരൂരിൽ കണ്ടതാണ്. പക്ഷെ ഇത് എല്ലാവരും ഭയങ്കരമായി പാനിക്കാക്കുന്നത് ഒറ്റ വിഷയമാണ് മുല്ലപ്പെരിയാർ. സത്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനകത്തുണ്ടായി 2 സംസ്ഥാനങ്ങളെ ചേർത്തിരുത്തി സംസാരിച്ച് തീർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാടിന് വെള്ളം, കേരളത്തിലെ സുരക്ഷ, ഈ ഒരു സന്ദേശം ഉയർത്തുന്നത്. അല്ല, അങ്ങനെയുള്ളൊരു നമുക്ക് അങ്ങനത്തെ സ്റ്റേറ്റ്സ്മാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് രാഷ്ട്രീയ നേതാക്കൾക്കപ്പുറം ഒരു സ്റ്റേറ്റ്സ്മാൻസ് വേണം. ഇല്ലെങ്കിൽ ആൾക്കാരെ ഒരുമിച്ചിരുത്താൻ പറ്റില്ല. കാര്യം കേരളവും ഇപ്പം തമിഴ്നാട് രാഷ്ട്രീയപരമായിട്ട് പൊതുവെ കേരളം CPM ഭരിക്കുന്നതാണ്. CPM-നോടൊപ്പം നിൽക്കുന്ന നമ്മുടെ DMK തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ഇവർക്ക് തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി കളിക്കേണ്ടി വരുമ്പോൾ ചെയ്യില്ല. അപ്പം ഒരു സൊല്യൂഷൻ ഇത്തരം കാര്യങ്ങൾ വേണം. കാര്യം എന്തെങ്കിലും ദൗർഭാഗ്യവശാൽ സംഭവിക്കുകയാണെങ്കിലേ അതിൻ്റെ ടെൻഷൻ, പ്രത്യേകിച്ച് ഈ റീസൻസി വയസ്സ് നമ്മൾ പറയുക, അടുത്ത കാലത്ത് ഇങ്ങനെ വാർത്തകൾ കാണാൻ നമുക്ക് പേടിയുണ്ടാവും. കേരളത്തിന് 2-3 ആസ്പെക്ട് കൊണ്ടുണ്ട്. ഒന്ന്, ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ ഇരട്ടി സ്ഥലമുണ്ട് തമിഴ്നാടിന്, നമ്മുടെ ഇരട്ടി ജനസംഖ്യ ഇല്ല. അപ്പം ആ രീതിയിൽ കുറെ കൂടി ഒരു ബാലൻസും കാര്യങ്ങളും വേണം. നമ്മുടെ ഇരട്ടിയെക്കാട്ട് സ്ഥലമുണ്ട് തമിഴ്നാടിന്. അപ്പം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കേരളത്തിൽ കൂടുതലാണ്. കേരളത്തിൽ ഇതേപോലെ ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ വളരെ അധികമാണ്. ലോകത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലും ഗോഡ് ഫോർബിഡ് ഹാപ്പൻസ്, ഇറ്റ്സ് എ സീരിയസ് ട്രാജഡി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ക്യാമ്പയിൻ വേണം, അവയർനെസ് വേണം. അറ്റ്ലീസ്റ്റ് അത് കുറച്ചുകൂടെ ബലപ്പെടുത്താനുള്ള നീക്കങ്ങളിലൊക്കെ ഇടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും മനുഷ്യന്റെ മനസ്സിന് സമാധാനം തരുന്ന. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പിട്ട് ഇതിൻ്റെ ഒരു വിദഗ്ധമായ ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധമായിട്ടായിരുന്നു അതിന് മുമ്പിട്ടേ ഒരു ചർച്ച പങ്കെടുത്തിട്ട് വന്നു. അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത് എന്തൊരു ഭാഗ്യത്തിന്റെ പുറത്ത് നിന്ന് പോകുന്ന സാധനം. കാരണം ഒരു സിമെന്റ് കോൺക്രീറ്റിന് പോലും ഒരു ലൈഫ് ഉണ്ട്. സുർക്കി മിശ്രത്തിന് അതിൽ കൂടുതൽ ലൈഫ് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ചെറിയൊരു വിള്ളൽ അത് പിന്നീട് ക്രമേണ പെട്ടെന്നൊരു ദിവസം മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് അദ്ദേഹം നമ്മളോട് ഇന്ന് ഉറപ്പ് പറയുകയാണ്. പക്ഷെ ഒരു 4 വർഷം എടുക്കും അത്രേ മുല്ലപ്പെരിയാർ പോലൊരു ഡാം പുതിയതായി നിർമ്മിക്കണമെങ്കിൽ. അതിന്റെ ഒരു പ്രാരംഭഘട്ട പ്രവർത്തനം. അന്ന് ഇടയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി പഠിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ഒരു സാധാരണ പൗരനിൽ വായിക്കുന്ന വ്യക്തിയാണ്. ഇടയ്ക്ക് ഭൂചലനങ്ങൾ പോലെ എന്തെങ്കിലും വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ മെഷർമെന്റ് എടുക്കുമ്പോൾ 4 തവണ അതിന്റെ സിഗ്നൽസ് അവർക്ക് ലഭിച്ചു. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യമാണ് മുല്ലപ്പെരിയാർ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വലിയ, നമുക്കറിയാവുന്നതാണ്, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റ് ഡാമുകൾ, ചെറുതോണി, ഇടുക്കി ഡാമുകളൊക്കെ തകരും. കോട്ടയം ജില്ല അമ്പാടെ ഒലിച്ചു പോകും. ഇത് ആരെയും പാനിക്കാക്കാൻ വേണ്ടി പറയുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇത്രയും താല്പര്യത്തിൽ ഓരോ ആളുകളെയും പോയി സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു കാരണം, ഞങ്ങളിട്ടൊരു വീഡിയോ ഉണ്ട്. അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഏറെ നിൽക്കുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു മെഡിറ്റേഷനിൽ ഒരു സന്ദേശം കിട്ടുകയാണ്, മുല്ലപ്പെരിയാർ തകരും. എനിക്ക് ആ കുട്ടിയുടെ ഒരു വോയിസ് നോട്ട് ഈ ആചാര്യൻ എനിക്ക് അയച്ചിരുന്നു. ഇവർ മെഡിറ്റേഷൻ പഠിപ്പിച്ച ആചാര്യൻ. ഞാൻ അദ്ദേഹത്തെ അവരുടെ വീട്ടിൽ പോയി. ഒരു പാലക്കാടുകാരാണ്, പാലാരിവട്ടത്താണ് താമസം. അവിടെ ബേക്കറി ബിസിനസ് നടത്തുകയാണ്. ഇവരിവിടെ നിന്ന് മാറി പാലക്കാടേക്ക് പോകുവാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ് ഇവിടുത്തെ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട്. കാരണം അവർ അത്രത്തോളം അവർ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് നേരത്തെ അനുഭവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടി പറയുന്നു, മെഡിറ്റേഷൻ ചെയ്തപ്പോൾ കുട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ മെഡിറ്റേഷനിൽ വരാറുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം കളിക്കാറുണ്ട്. അതിനൊക്കെ വീഡിയോ ഒക്കെ എന്നെ കണ്ടു. വളരെ ഒരു സാധാരണക്കാരനോട് ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ കാഴ്ചക്കാർ മുഴുവൻ അവരെ തെറി വിളിക്കും. ഈ വൈറലായ വീഡിയോ മുഴുവൻ ട്രോൾ ചെയ്യാണ്. പക്ഷേ ആ കുടുംബം അത് വിശ്വസിക്കുകയാണ്. പിന്നീട് ഞാൻ ഈ ഗുരുജിയുമായി സംസാരിച്ചപ്പോഴും
ഗുരുജിയും പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു 10ഓളം ശിഷ്യർക്ക് ഇതേ സന്ദേശം പല നാടുകളിൽ കിട്ടി. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുന്നു, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട്, അത് മുല്ലപ്പെരിയാർ ഡാം ആണെന്ന് എങ്ങനെയാണ് മോന് മനസ്സിലായത്? എന്നെ ഒരു 2 മാസം മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ മയിലിൻ്റെ പുറത്ത് കയറ്റി അവിടെ കൊണ്ടുപോയി എൻ്റെ കാല് കഴുകി തന്നിരുന്നു, കാലിൽ ചെളി പറ്റിയപ്പോൾ. അതായത് കുറച്ച് കാലം കൊണ്ടേ ഈ ഒരു സന്ദേശം ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കേട്ട് 4ാം ദിവസമാണ് ഈ ഉരുൾപൊട്ടലിനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ഗാർഡഡ് ആയിരിക്കണം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാനിക് ഒന്നും ചെയ്യണ്ട. കാര്യം നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇത് അവരുടെ മനസ്സിലുമുണ്ട്, അവരും ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക് പ്രഷർ വന്നാലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. പബ്ലിക് പ്രഷർ, മീഡിയ ഒരു വിഷയം റേസ് ചെയ്യുമ്പോൾ അതാണ് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്. കലാപം ഉണ്ടാക്കാനോ ഒന്നുമല്ല. അത് ഇതിന്റെ വലിയൊരു തെളിവാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് 2011 വന്നതാണ്. പറയുന്ന പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആൾക്കാർക്ക് അറിയാം. അതിനെ ഡയല്യൂട്ട് ചെയ്യാൻ കസ്തൂരിരംഗൻ വന്നു. ആ കസ്തൂരിരംഗന്റെ പല കാര്യങ്ങളും അപ്ലൈ ചെയ്തില്ല. അപ്പം അതാ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് വേണം. നമ്മൾ വി കനോട്ട് ബി ടു ഷുവർ, അല്ലെങ്കിൽ വി കനോട്ട് ബി ടു കെയർഫുൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരിക്കലും നമുക്ക് ടു കെയർഫുൾ ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു കെയറിന്റെ ഭാഗമായിട്ട് എടുത്താൽ ഇത് പറയുന്നവരും അവരുടെ മനസ്സിലെ ആശങ്കകൾ കൊണ്ട് പറയുന്നതാണല്ലോ. അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ച് പറയുന്നത്. നമ്മുടെ പഴയ 1-2 മന്ത്രിമാരടക്കം അവർ ഈ വിഷമങ്ങളും ആശങ്കകളും പങ്കുവച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വേണം. ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എന്താ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം കൂടെ പറയാം. എന്തെങ്കിലും രീതിയിൽ നാളെ ചെറിയൊരു ക്രാക്കോ വിള്ളലോ, അല്ലെങ്കിൽ നമ്മൾ ഇതേവരെ അണ്ടർസ്റ്റാൻഡിങ് സുപ്രീം കോടതി ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായൊരു നിലപാടോ വന്നാൽ നമ്മളെ ജനങ്ങൾ അത് ഉണർന്നു നിൽക്കണം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കാണുന്നു ദുരന്ത മുഖങ്ങളിൽ ജാതിയോ മതമോ പാർട്ടിയോ ഒക്കെ മറന്നിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അത് അതല്ല. അതോടൊപ്പം ഈ 999 വർഷത്തേക്കുള്ള, അപ്പം തമിഴ്നാട് അതിന് കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്ന 500 വർഷം പഴയ ഏതോ ഒരു ഡാം അവിടെ ഉണ്ടെന്നൊക്കെയാണ്. പക്ഷേ എല്ലാത്തിനെയും ഇക്വേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെയാണ് തമിഴ്നാടിന് വെള്ളം വേണം. തമിഴ്നാടിന്റെ പേടി എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഈ ഡാമിന്റെ സ്റ്റാറ്റസ് കോയെ ഡിസ്റ്റർബ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ അളവ് കുറയും. നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന് ഈ രീതിയിൽ പോലെ എന്തെങ്കിലും രീതിയിൽ അതിന്റെ കപ്പാസിറ്റി എക്സീഡ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവും. ആരെങ്കിലും പരസ്പരം കൂടിയിരുന്നൊരു കൺസെൻസസിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ല, അത് കേന്ദ്രത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കേന്ദ്രം വേണം. എനിക്ക് തോന്നുന്നു നമ്മുടെ KT തോമസ് സാറ് ഒരു ഇടയ്ക്ക് ഒരുപാട് വർക്ക് ചെയ്തിരുന്നു. കേന്ദ്രം ഇങ്ങനെ എല്ലാ രാജ്യത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം അയോധ്യ, ബാബറി മസ്ജിദ്, രാമജന്മഭൂമി അടക്കം ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ, 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട വിഷയമാണ്. അപ്പം കൺസെൻസസ് ഉണ്ടാക്കാൻ കഴിയും. കൺസെൻസസിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് ഈ സമന്വയവും സമവായവും. ഈ രാമജന്മഭൂമി പ്രശ്നം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ NDA സർക്കാരിന് സുപ്രീം കോടതി വിധിയാണ്, എന്നാൽ പോലും അത് കൃത്യമായി അല്ല, സുപ്രീം കോടതി വിധിയാണെന്ന് പറയുമ്പോഴുമേ എല്ലാവർക്കും അതിലൊരു ക്രെഡിറ്റ് ഉണ്ട്. അതിന് BJPക്ക് ക്രെഡിറ്റ് ഉണ്ട്. ഇതിനെ ആദ്യം പൂർണ്ണമായും കോൺഗ്രസ് സ്വാഗതം ചെയ്തു, പിന്നാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മുന്നോട്ട് പോയത്, ഒരു സെന്റിമെന്റ്സ് വന്നിട്ട്. അപ്പം അതിന് പോസിറ്റീവ് ഉണ്ട്. ഇപ്പം അത് അവിടേക്ക് പിന്നെ പോയ എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും രീതി അവസാനിക്കണം. ഞാൻ അതിന്റെ പറഞ്ഞുകൊണ്ടൊരു പേര് കൂടെ പറയാം. ഞാൻ പ്രാണപ്രതിഷ്ഠ ദിവസത്തിൽ അവിടെ പോയിരുന്നു. ഞാൻ ധന്നിപ്പൂർ പള്ളിയും പോയിരുന്നു. അതായത് ധന്നിപ്പൂറാണ് പുതിയ ബാബറി വശത്ത് വന്ന് ധന്നിപ്പൂർ മോസ്ക് വരുന്നത്. ഞാൻ അവിടുത്തെ കൊച്ചു മുസ്ലിം പെൺകുട്ടികളോട് സംസാരിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവർ കാണിക്കുന്ന പക്വത നമ്മളാരും കാണിക്കാറില്ലല്ലോ എന്നാണ്. ഞാനപ്പോൾ അവരോട് വെറുതെ ചോദിച്ചു, എന്തുണ്ട്, വിഷമമാണോ, എന്താ കാര്യങ്ങൾ? ഇല്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ബുദ്ധിമുട്ടി, ഇനിയും നല്ല അമ്പലം വരട്ടെ, നല്ല പള്ളിയും വരട്ടെ. ഇതല്ലേ ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ ഇപ്പൊ ഉണ്ട്. ഞാനൊക്കെ എന്നാൽ കഴിയുന്ന ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ആ ധന്നിപ്പൂർ മസ്കിന്റെ പണി, അത് ആദ്യം ഒരു മോഡൽ വന്നു, അത് മാറ്റി, രണ്ടാമത് കുറച്ചുകൂടെ നല്ലൊരു മോഡലായി. അപ്പം ഇപ്പം പ്രോഫറ്റ് മുഹമ്മദ് അങ്ങനെയാണ് പേര് മാറ്റി. അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിലുള്ള ഒരു മോസ്ക്. അതാണ് സന്തോഷം. ശ്രീരാമന്റെ പേര് അമ്പലമായി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു പള്ളിയായി. 99% ഇന്ത്യക്കാരും അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഒരു പ്രശ്നം തീർന്നു പോണം. ഈ എന്തെങ്കിലും രീതി നമുക്കോ ആ പ്രശ്നം ഉണ്ടായി, നമ്മുടെ മക്കൾക്കെങ്കിലും ആ അടി നമ്മൾ കൊടുക്കരുത്. അതുപോലെ മുല്ലപ്പെരിയാർ. ഓക്കെ, എന്തായാലും മുല്ലപ്പെരിയാർ ഇങ്ങനെ വലിയ സബ്ജക്റ്റായി നിൽക്കുന്നു. വയനാട്ടിൽ ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടാകുന്നത്. ഇന്ന് അദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പാറ ഖനനം. ഈ വയനാട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന 168-ലധികം പാറക്കോറികളുണ്ട്. അധികൃതമായി പ്രവർത്തിക്കുന്നത്, അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നത് അതിൽ കൂടുതലാണ്, ഇരട്ടിയിലധികമാണ്. അപ്പോൾ ഈ നദികളിലെ മണൽ നിക്ഷേപമുണ്ട്. പല ഡാമുകളിലും വലിയ രീതിയിലുള്ള മണൽ നിക്ഷേപങ്ങളുണ്ട്. ഇത് എടുത്തു മാറ്റിയാൽ ഖജനാവിലേക്ക് വലിയ രീതിയിൽ, അദ്ദേഹം പറഞ്ഞൊരു കണക്കെന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാമിലെ മണൽ എടുക്കാവുന്ന പരിധിയിൽ എടുത്താൽ പാലക്കാട് നഗരത്തെ 20 അടി പൊക്കത്തിൽ കവർ ചെയ്യാനുള്ള മണലുണ്ടെന്നാണ് അദ്ദേഹം പഠിച്ച ആളാണ്, ആ ടീമിലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന്റെ 3 അന്ന് പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇവരെ മലമ്പുഴയിൽ നിന്നും പാലക്കാട് ടൗണിൽ എത്തിച്ച് വണ്ടി കയറ്റി വിടുന്നത്. കാരണം അവിടെ ചില രാഷ്ട്രീയ കക്ഷികൾ, ചില തൽപര കക്ഷികൾ അവരതിനെ തിരിക്കുകയാണ്. ജനങ്ങളോട് നിങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കാൻ എത്തിയതാണ് ഇവരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മണൽ നിക്ഷേപിച്ചിരിക്കുന്ന മണലുകൾ എടുത്താൽ ഈ പാറ പൊട്ടിക്കലിന്റെ തോത് ഒരു 50%
അല്ല, ഞാൻ ആ വിഷയത്തിൽ എനിക്ക് ആഴത്തില്ല, പക്ഷേ പോസിബിൾ ആണ്. ഇതേപോലത്തെ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ ചിന്തിക്കണം. ഇവിടെ എൻ്റെ തത്വം സിമ്പിളാണ്. മനുഷ്യൻ്റെ വികസനത്തിന്, എക്കോണമി നന്നാകാൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. എന്നാൽ അത് എക്കോളജി ഡാമേജ് ചെയ്യാതാക്കണം. ഈ എക്കോണമി ഒരു കയ്യിലും എക്കോളജി മറു കയ്യിലും തമ്മിലൊരു ബാലൻസ് എങ്ങനെ എത്തുന്നു, അത് തന്നെയാണ് എല്ലാ വികസനവും. ഈ നാളെ എക്കോണമിക്ക് വേണ്ടി എക്കോളജി വേണ്ടെന്ന് പറയാൻ പറ്റില്ല, കാര്യം നമ്മുടെ പിള്ളേർക്ക് ജീവിക്കാനാണ്. നേരെ തിരിച്ച് എക്കോളജി നാളേക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ എക്കോണമി വേണ്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഇത്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും സമാനമായ പ്രശ്നമുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ കോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഒരുപാട് ഉപയോഗിക്കുന്നതിന് അനുകൂലമാണ്. അപ്പം മറുഭാഗം പറയുന്നത് അങ്ങനെയല്ല, ഒരു ബാലൻസ് വേണം. കുറെ കൂടെ നമ്മുടെ സോളാറും സൗരോർജ്ജങ്ങൾ വേണം. അപ്പം ഇത് പുതിയ രീതികൾ, ഇപ്പം ന്യൂക്ലിയർ ടെക്നോളജി വരുന്നു, അത് തന്നെ കൂടംകുളത്ത് പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അവിടെ പോയിരിക്കുകയും ചെയ്യുകയായിരുന്നു. അവസാനം അബ്ദുൽ കലാമിനെ പോലെ ഒരു ശാസ്ത്രജ്ഞൻ പ്രസിഡന്റിനെ കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് പറയിച്ചിട്ടാണ് അവിടുത്തെ പ്രക്ഷോഭർ കുറച്ചെങ്കിലും ഒന്ന് തണുക്കുകയും മറ്റും ചെയ്തത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ന്യൂക്ലിയർ റിയാക്ടർ വരുമ്പോൾ എനിക്കും പേടിയുണ്ട്. എനിക്ക് 2 മക്കളുണ്ടാവും. അപ്പം എനിക്ക് അവരുടെ പേടിയുണ്ടാവും. അവരെ നമ്മൾ മോശക്കാരാകുകയല്ല, അവർ രാജ്യദ്രോഹികളാണ്, തീവ്രവാദികളാണ്, വിദേശത്തിന്റെ കാശ് മേടിക്കുകയാണ് എന്ന് പറയുന്നത് എളുപ്പമാണ് കാര്യം. പക്ഷെ അവിടെ നമ്മുടെ ആലോചിച്ചാൽ മതി. ഞാൻ ഇവിടെ താമസിക്കുന്നു, എൻ്റെ വീട്ടിൻ്റെ ഒരു 600 അടി മാറി ഒരു ന്യൂക്ലിയർ റിയാക്ടർ വരുന്നു. ഒരുത്തൻ എന്നോട് വന്ന് പറയുകയാണ്, ഈ അണുകിരണങ്ങൾ കാരണം പിള്ളേർക്ക് ചീത്തയാവും എന്ന് പറഞ്ഞാൽ ഞാൻ പാനിക് ചെയ്യും. അപ്പം അവിടെയാണ് നമ്മുടെ എല്ലാ ഗവൺമെന്റ്സും നന്നായി ചെയ്തു. ഒരു അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായിരിക്കും. അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, ഇതിൽ ഇങ്ങനെയൊക്കെ ടെക്നോളജി ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഇതിനെ ഇംഗ്ലീഷിൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. തർക്കിച്ചല്ല നമ്മൾ രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ഞാൻ അടക്കമുള്ള ഒരു TV ചാനലും തർക്കിക്കാറുള്ളവരാ. തർക്കങ്ങളല്ല, സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമവായങ്ങളാണ്, സമന്വയങ്ങളാണ്, സന്തുലനമാണ്, പുതിയ പാതകൾ ബിൽഡ് ചെയ്യുകയാണ്, കൺസെൻസസ് ഉണ്ടാക്കലാണ്. ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ ഒരു കൺസെൻസസ് ബിൽഡിംഗ് അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഒരു ഇടത് വിരുദ്ധ എപ്പോഴും പറയുന്ന ഒരാളാണ്, ചർച്ചകളിലൊക്കെ എപ്പോഴും ഇടത് വിരുദ്ധ. പക്ഷേ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം സംഭാവന ചെയ്തു. ഒരു കാരണവശാലും നമ്മൾ എന്താ പറയുക, എനിക്ക് ശ്രീ പിണറായി വിജയനെ ശക്തമായി വിയോജിപ്പുള്ള വ്യക്തിയാണ്. പുള്ളി കാരണം 5 തവണ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന സാധനമല്ല. നാളെ ശശി തരൂർ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, വേറൊരാൾ മുഖ്യമന്ത്രിയാവും, ഭാവിയിൽ BJP-ക്കാർ വരാം, അല്ലെങ്കിൽ കോൺഗ്രസോ CPM-ഓ മുസ്ലിം ലീഗോ ഏത് പാർട്ടിയോ വരാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റിന്റെ തലവൻ, അല്ലെങ്കിൽ ഗവർണറാണ് ടെക്നിക്കലി എങ്കിലും ഇൻഇഫക്റ്റ് തലവൻ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം. ആ തലവന്റെ ഇത് തന്നെ നേരെ തിരിച്ചുകൊണ്ട് ഈ തീവ്ര ഇടതുകാർക്ക് നരേന്ദ്രമോദിയോട് ബന്ധപ്പെട്ട് ഒന്നിനും കൊടുക്കരുത്, ഒരു PM-ന് കൊടുക്കരുത്, ഈ വീട്ടിൽ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് ഇല്ലല്ലോ. ഇതിലൊക്കെ കണക്ക് ഓടിച്ചുള്ളതല്ലേ. അപ്പം അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് ചെയ്യിക്കാം, ഇന്ന NGOs-നെ ഇൻവോൾവ് ചെയ്യിക്കാം, അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരും വന്നാലും ഉണ്ടാവും. പക്ഷെ വലിയ രീതി, അതായത് ഇപ്പം 24-ൽ പണ്ട് ഈ അഴിമതി വന്ന സമയത്ത് ദുരിതാശ്വാസ നിധിയിൽ കുറച്ച് പേര് കൈയിട്ട് വാരിയ അഴിമതി വന്ന സ്ഥിതിയിൽ ഹാഷ്മി കൊടുത്തൊരു ഇൻട്രോ വെച്ച് എല്ലാ ആളുകളും അലക്കാണ്, കൊടുക്കരുത്. ഹാഷ്മി ഇൻട്രോയുടെ രാജാവാണ്, എനിക്ക് ഹാഷ്മിയിൽ ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം ഹാഷ്മി മുമ്പ് ചെയ്ത കാര്യം ഇപ്പം ദുരുപയോഗം ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സമാഹരിക്കുന്ന ദുരിതാശ്വാസ നിധിയാണ്. നാളെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതിൽ കണക്കുകൾ തരണം, കൃത്യമായ രേഖ ഉണ്ടാകണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. എത്രയെങ്കിലും പെർസെൻറ്റേജ് റോങ്ലി യൂട്ടിലൈസ്ഡ് ആകാം, അത് ഏത് ഇതിലും ആകാം. അങ്ങനെയാണ് രാജീവ് ഗാന്ധി ഒരിക്കൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞത്, 100 രൂപ ഗവൺമെന്റ് പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ 1 രൂപയെ അവൻ്റെ എത്തുന്നുള്ളൂ. ഭയങ്കര അദ്ദേഹത്തെ അന്ന് ഒരുപാട് പേര് വിമർശിച്ചു. പക്ഷെ അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഉദ്ദേശം എന്താ, അത് കള്ളമാണെന്ന് പറയുകയോ മറച്ചു വെക്കുകയല്ല. ആ 100-ൽ 1 രൂപ കിട്ടുന്നത് 80 രൂപയാക്കാൻ നോക്കണം, 90 രൂപ നോക്കണം. കുറെ അഴിമതിക്കാർ എല്ലാ നാട്ടിലും ഇല്ലേ, അവർ കൈയിട്ട് വരൂലേ. എല്ലാവരും മഹാത്മാഗാന്ധി വരും, മദർ തെരേസ വരുമൊന്നും അല്ലല്ലോ. അപ്പം കുറെ പേര് കൈയിട്ട് വരും. പക്ഷെ പരമാവധി തോത് കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ പരമാവധി പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ മരണത്തിന്റെ തോത് കുറയ്ക്കുക, ഇഷ്യൂസ് കുറയ്ക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ചോദ്യം കൂടി, കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ അതൊരു 3-4 ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അവിടെ എത്തുന്നത് വരെ മാധ്യമങ്ങൾ അടങ്ങുമ്പോൾ വിമർശിക്കുകയാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ അപ്പോൾ അവർ പറയുന്നുണ്ട്, കാരണം ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ട്, ജീവൻ അപകടത്തിലാണ്. പക്ഷേ വയനാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇനിയും ഉരുള് പൊട്ടിക്കൂടായെന്നൊന്നുമില്ല. പക്ഷെ അവിടെ പറ്റാവുന്ന ആളുകൾ അവിടെ ചെല്ലാൻ വേണ്ടി ഓടുകയാണ്. അല്ല, ശരിക്കും നമ്മുടെ കേരളീയർക്ക് നമ്മളെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ്. കർണാടകക്കാർ ഒരു മോശമല്ല. കാര്യം ആരെയും കുറ്റം പറയുന്നതിലല്ല, പോസിറ്റീവ് പറയുന്നതിലാണ് നമ്മുടെ മലയാളികൾ കയ്യും മെയ്യും മറന്ന്, നമ്മുടെ പട്ടാളക്കാർ സൈന്യം കയ്യും മെയ്യും മറന്ന് എല്ലാ വിഭാഗങ്ങൾക്കും സൈന്യം അത്ര ഹൃദ്യമായി തോന്നുന്ന രീതിയിൽ സൈന്യം പ്രവർത്തിച്ചു. യഥാർത്ഥത്തിൽ ഏത് രാജ്യത്തെ പട്ടാളക്കാർ എങ്ങനെ പ്രവർത്തിക്കണോ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യൻ ആർമി കേരളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മളെ ബാധിക്കും. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട എൻ്റെ മുത്തശ്ശിയാണ്, ദേവികേന്ദ്രത്തിൽ. ഇപ്പം മരിച്ചുപോയി 2 വർഷം മുമ്പ്. മുത്തശ്ശി ചെങ്ങന്നൂരായിരുന്നു. ചെങ്ങന്നൂർ വീട്ടിൽ ഒരു നില വെള്ളം കയറി.
കാറുണ്ടായിരുന്നു, കാറ് ഫുള്ള് തുരുമ്പിച്ച് പറ്റും പോയി. അപ്പോഴാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരിക മറ്റും ചെയ്തത്. നാളെ ഏതൊരു വീട്ടിലും ആർക്ക് സംഭവിക്കാം. ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ ശ്രീമതി മല്ലികാ സുകുമാരൻ വലിയ അനുഗ്രഹീതായ അങ്ങനെ തന്നെ ആൾക്കാർ പറഞ്ഞു മോന് ലംബോർഗിനി ഉണ്ട്, പക്ഷേ മറ്റേ എന്താ ഇതില് ഒരു എന്താ പറയുക പ്രത്യേക ആ വലിയ ചെമ്പിൽ കയറി പോകേണ്ടി വന്നു. ആർക്ക് സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. മലയാളിയുടെ ഒരു രസകരമായ കാര്യം പറയാം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ 100 കാര്യത്തിന് ഇവരെ അടികൂടും, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അത് മലയാളിയുടെ നല്ലൊരു ഒരു ഗുണമാണ്. എന്താ ചീത്തയും കാര്യങ്ങളൊക്കെ പറയും, ജാതി പറയും, വർഗീയത പറയും, മതം പറയും, രാഷ്ട്രീയം പറയും, അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയും. പക്ഷെ വിഷയം വന്നാൽ നമ്മൾ 2018 പോലെ ഉണർന്ന് പ്രവർത്തിക്കുമെന്നുള്ളത്. അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന. അന്ന് അൽഫോൺസ് കണ്ണന്താനം സാറും ഞാനും നാഷണൽ മീഡിയ ഇരിക്കുകയാണ്. അന്ന് കേന്ദ്ര സർക്കാരിന് 700 കോടി രൂപ ദുബായ് ഗവൺമെന്റ് UAE ഗവൺമെന്റ് നമ്മുടെ കേരളത്തിന് തരാമെന്ന് പറഞ്ഞു. അപ്പം മേടിക്കരുത് എന്ന തീരുമാനമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആദ്യം എടുത്തത്. ഞങ്ങൾ തന്നോളാം എന്ന് പറയുന്ന ഒരു തീരുമാനമാണ്. അവരതിൽ ഉറച്ചു നിന്നു. ഞാനൊരു സെന്റർ റൈറ്റ് ആണ്, മധ്യ വലത് നിൽക്കുന്ന ആളാണ്. അൽഫോൺസ് കണ്ണന്താനം അറിയപ്പെടുന്ന BJP കാരനും മന്ത്രിയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാനും അൽഫോൺസ് കണ്ണന്താനവും മത്സരിച്ച് അർണബ് ഗോസ്വാമിയുടെ ഷോയിലാന്ന് തോന്നുന്നു ബഹളം വെച്ച് പറ്റില്ല, ഫണ്ട് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവിടുത്തെ നോർത്ത് ഇന്ത്യയുടെ തമാശയ്ക്ക് പറയുകയാണ്, ഇവര് ഇന്നലെ വരെ ഈ മറ്റേ അതായത് ഇടതുപക്ഷമൊക്കെ മേടിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും, പക്ഷേ കേരളത്തിന്റെ കാര്യം ഒന്ന് ഒരുമിച്ച് വയ്ക്കും. അത് നമ്മുടെ മലയാളിയുടെ നന്മയാണ്. അങ്ങനെ തന്നെ വേണം. മലയാളിക്കും വേണം, തമിഴിനും വേണം, തെലുങ്കിനും വേണം, ആന്ധ്രാക്കാരനും വേണം, ആസാംകാരനും വേണം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെറ്റി പൊളിറ്റിക്സ് നമ്മൾ മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം.